വയോധിക ദമ്പതികളെ മർദ്ദിച്ച ശേഷം മുഖംമൂടി സംഘം അർദ്ധരാത്രിയിൽ വീടുകളുടെ മതിൽ പൊളിച്ചു. കോട്ടയം നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലറുടെ നേതൃത്വത്തിലായിരുന്നു ഗുണ്ടായിസം. റോഡിന് വീതി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ആക്രമണം. കോട്ടയം വാരിശ്ശേരി സ്വദേശി പന്തലാടത്തിൽ PV ജോസിന്റെ വീട്ടിലെ മതിലാണ് രാത്രിയിൽ തകർത്തത്. ബഹളം കേട്ട് വീടിന് പുറത്തിറങ്ങിയ വൃദ്ധദമ്പതികളെ മർദ്ദിച്ച ശേഷം മതിൽ പൂർണ്ണമായും തകർത്തു. ഞങ്ങൾ ഇപ്പം നേരത്തെ ഷാജി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഏത് നിമിഷവും വന്ന് ഞങ്ങളുടെ മതിലിടിക്കുമെന്ന് രണ്ടടി കൊടുത്തില്ലെങ്കിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയില്ല. 2 പേര് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അറിയാമോ, ഞങ്ങൾ പേടിച്ച് വല്ലാതെ ആയിപ്പോയി. ഈ ഒച്ച കേട്ടപ്പോൾ തന്നെ ഞങ്ങൾ ഞടുങ്ങിപ്പോയി. ഇതിനു പിന്നാലെ നേരം പുലർന്നപ്പോൾ അയൽവാസിയായ ഇടാട്ടുതറ ജമീല, ഫാത്തിമ എന്നിവരുടെ മതിലുകളും പൊളിച്ചു. സ്ത്രീകളെ മുന്നിൽ നിർത്തിയായിരുന്നു ഈ ആക്രമണം. വീട്ടിൽ പോയി മതിൽ പൊളിക്ക്. ആണുങ്ങളാണേലും പെണ്ണുങ്ങളാണേലും പോയി അവിടെ എങ്ങാനും പോയി പൊളിക്ക്. ചെല്ലത് ഇവിടെ വീട് പൊളിക്ക്, അത് ഇറങ്ങിയായിരിക്കുന്നത്. ചെല്ല് പോയി പൊളിക്ക്, അങ്ങോട്ട് ചെന്ന് പൊളിക്ക്. എടി, നീ എന്റെ വീട്ടിൽ കയറുന്നോ? ഭയം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് ജമീല പറയുന്നു. ഇവിടെ എത്തിയപ്പം പിന്നെ ഈ റസീന അൻസാരി, ഫാത്തിമ മുജീബ്, പിന്നെ നസീർ ഇവരെല്ലാം ഇവിടെ ഇത് പൊളിച്ചുകൊണ്ട് നിൽക്കുക, കമ്പിപ്പാരയും ഇതുമൊക്കെ ആയിട്ട്. എന്നിട്ട് ഞങ്ങളെ കണ്ടുകൊണ്ട് ആണുങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങ് പോയി, പെണ്ണുങ്ങളെല്ലാം ഇവിടെ തന്നെ നിൽപ്പുണ്ട്. എന്നിട്ട് ഒരു ഇതുമില്ലാത്ത രീതിയിലാണ് ഞങ്ങളടുത്ത് സംസാരിച്ചുകൊണ്ട്, നമ്മുടെ ഭാഗത്ത് ഇത്രയും തകർത്തിട്ടും നമ്മുടെ നേരെയാണ് നമുക്ക് ഭീഷണിയായിട്ട് തന്നെ നിൽക്കുക അവർ. മതിൽ പൊളിച്ച ഭാഗത്ത് 8ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന 3 അടി നടപ്പ് വഴിയാണുള്ളത്. ഇവിടേക്ക് വാഹനങ്ങൾ പോവാൻ 1 അടി വീതി വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 1 അടി വീതി കൂട്ടിയാലും വാഹനം പോവാൻ കഴിയാത്ത വളവുകളുണ്ട്. സ്ഥലം വിട്ടു നൽകാത്തതിൻ്റെ പേരിലുള്ള തർക്കമാണ് സംഘർഷത്തിന് കാരണം. ആക്രമണത്തിന് നേതൃത്വം നൽകിയ 3 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.